गोपीजन वल्लभ गिरिवरधारी, गोपीजन वल्लभ गिरिवरधारी, यशोदनन्दन व्रज जनरञ्जन, यमुना तीर वनचारी, यमुना तीर वनचारी। जय राधा माधव कुंज बिहारी, जय राधा माधव कुंज बिहारी। हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे। हरे कृष्ण माताजी, दंडवत प्रणाम। हरे कृष्ण माताजी, थैंक यू। हरे कृष्ण, प्रणाम नमः। श्रीयुतपदकमलं श्रीगुरुन् वैष्णवंश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितं च। हे कृष्णा करुणा सिन्धो दीनबन्धो जगल्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपा श्रीगुरुं दीनदारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवम्। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदन्तमोन्दम् संसारिणं करुणयागपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। कथञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्। आनन्दलीलामय विग्रहाय हेमाभदिव्यश्च विसुन्दराय तस्मै महाप्रेमरसप्रदाय चैतन्यचन्द्राय नमो नमस्ते। कृष्णाय वासुदेवाय प्रणतक्ले हरे परमात्मने, कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। नमो विष्णुपादाय श्रीमते महाविष्णुगोस्वामिन्निति कृष्णपादाय कृष्णप्रष्टाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द की जय। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വൈശാഖ മാസത്തിൽ
അതിൽ എല്ലാവർക്കും മാധവനെ ശരിക്കും മാധവനെ മനസ്സിലാക്കാനുള്ള ശക്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്കും വൈശാഖ മാസത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ പേരിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഭഗവാനെ അല്പമെങ്കിലും അറിയാൻ, ഒരു പേരിലെങ്കിലും ഭഗവാനെ കുറിച്ച് പഠിക്കാനും അതിനുള്ള ശക്തി ഭഗവാൻ തന്നെ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭാഗവതത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. നമ്മള് ശ്രീമദ് ഭാഗവതം 1:15:37 തോന്നുന്നു എടുത്തു തീർന്നത്. ഹരേ കൃഷ്ണ. 37 എടുത്തത് മാതാജി? ആരും ഒന്നും പറയുന്നില്ല. അതെ മാതാജി, ഇന്നോട്ട് 38. നമ്മൾ 37-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മത്തെ? 37-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അല്ലെങ്കിൽ 36-ൽ പറയും, പ്രധാനമായിട്ട് 36 തൊട്ട്. കലിയുഗത്തിലെ കാര്യങ്ങൾ, കലിയുഗം ആരംഭിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോൾ ഇവിടെ നിന്ന് ശരീരം ഉപേക്ഷിച്ചിട്ട് സ്വന്തം ധാമത്തിലേക്ക് തിരിച്ചു പോയോ അല്ലെ? ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട്, ശരീരം ഉപേക്ഷിച്ചതെന്ന് പറയാനല്ല, ആത്മീയ ശരീരം ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ട് അല്ലെ? അപ്പൊ ഭൗതിക ശരീരം ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഭഗവാൻ എപ്പോഴാണോ തിരിച്ചു പോയത്, എങ്ങനെയാണ് ഭഗവാന്റെ ശരീരം എവിടെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് ഉപേക്ഷിച്ചിട്ട് പോയത്? എങ്ങനെ 3 രീതിയിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷ ഭാഗവതം, ഭഗവാന്റെ സച്ചിദാനന്ദ അല്ലെ? അപ്പോഴേ ആ സംബിത്ത്, സന്ധിനി, ഖാദിനി, ഇത് 3 നിറഞ്ഞതാണ് ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത്. ആ ശരീരം ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ട്. പിന്നെ ഭഗവാൻ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച ശരീരം എന്താണ്? ഭൗതികതയിൽ നമ്മളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ നമുക്ക് ഭൗതിക ആത്മീയ ശരീരത്തെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതിന് ഭഗവാൻ സ്വീകരിച്ചെടുത്ത ഭൗതിക ശരീരത്തെ ഭഗവാൻ ഇവിടെ നമ്മുടെ കണ്ണ് വെട്ടിച്ച് ഇവിടെ ഉപേക്ഷിച്ച് ഇവിടെ ഇട്ടിട്ട് പോയി. കാരണം ഭഗവാനെ വേടന്റെ അമ്പ് ഏറ്റു എന്നൊക്കെ ഇരിക്കുന്ന ആ ഭൗതിക ശരീരം പിന്നെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. ഹരേ കൃഷ്ണ. ആരും ഒന്നും കേൾക്കുന്നില്ല അല്ലെ? ഭഗവാന്റെ ശരീരം സൂര്യനാരായണനിലേക്ക് ഭഗവാൻ ഒരു ഭാഗം കൊടുക്കുകയും ഒരു ഭാഗം ഇവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. യഥാർത്ഥമായ ഭഗവാന്റെ ശരീരവുമായി ഭഗവാൻ തിരിച്ച് ഭഗവാന്റെ വാസസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. അതോടുകൂടി ഭഗവാൻ എപ്പോൾ ഇവിടെ നിന്ന് പോയോ അപ്പോൾ തന്നെ തക്കം പാർത്തിരുന്ന കലി അല്ലെ? അപ്പൊ അങ്ങനെ കലി ഓരോ സമയത്തും തക്കം പാർത്തിരിക്കും. നമ്മൾ നളചരിതത്തിൽ പറയുന്നുണ്ട് അല്ലെ? ആ നളനിൽ എപ്പോഴാണോ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തിരുന്നത്, നളൻ എപ്പോഴാണോ അങ്ങനെ എന്തെങ്കിലും ഒരു അശുദ്ധമായിട്ടുള്ള രീതിയിൽ വന്ന് ഭഗവാനെ തിരിച്ചു, ഏതെങ്കിലും രീതിയിൽ കാത്തിരുന്നു നളനിലേക്ക് കലി പ്രവേശിക്കാനായിട്ട്. നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്. ഇവിടെ അതുപോലെ എന്ത് പറ്റി? ഭഗവാൻ ഇവിടെ നിന്ന് നോക്കിയിരിക്കുകയായിരുന്നു, കലി ഇവിടെ പ്രവേശിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ കലി വന്നതുകൊണ്ട് എന്താണ് ദോഷം? നേരത്തെ തന്നെ ഭാഗികമായിട്ട് കലി ഇവിടെ വരേണ്ട സമയമായി കഴിഞ്ഞു അല്ലെ? അപ്പോഴ് കലി വന്നതുകൊണ്ട് എന്ത്? ശരിക്കും ഭക്തർക്ക് കലി വന്നാലും ഒരു ദോഷവുമില്ല ഇല്ലേ? അപ്പൊ അല്ലാതെ അജ്ഞാനികളായുള്ളവർക്കാണ് അമംഗളകരമായ അവസ്ഥകൾ ഉണ്ടാക്കുന്നതിനായിട്ട് കലി പ്രത്യക്ഷപ്പെട്ടു. അജ്ഞാനികളാണ്, അറിവില്ലാത്തവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവരിൽ എന്തുണ്ടാക്കുന്നു? അമംഗളകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതിനാണ് കലി ഇവിടെ പ്രത്യക്ഷപ്പെട്ട, അല്ലെങ്കിൽ കലിയുഗത്തിന്റെ ടൈമാണ്. അതുകൊണ്ട് കലിക്ക് ഭഗവാൻ അപ്പോഴത്തേക്കും തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ എന്തൊക്കെയാണ് കലിയുഗത്തിന്റെ സഹജ ലക്ഷണങ്ങള്? അക്രമം, വഞ്ചന, കാപട്യം, അത്യാർത്ഥി, അധർമ്മം, അത്യാർത്ഥി, മിഥ്യാബോധം, വഞ്ചന, അക്രമം, ഇവയെല്ലാം
അങ്ങനെ ഇവയുടെ പ്രഭാവം ഉണ്ടാകുന്നു, ജനങ്ങളിൽ ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ കലിയുഗം ഇവിടെ പ്രവേശിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 38ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ഇത് വൈശാഖ മാസമാണ്, ഒരുപാട് വായിക്കും, ഒരുപാട് അമ്പലത്തിൽ പോകും, എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ഗുരുവായൂരൊക്കെ പോയാൽ ഒന്ന് തൊഴാൻ പോലും അവസരം കിട്ടില്ല, അത്രമാത്രം തിരക്കായിരിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത് എന്താണ്? നമ്മൾ ഈ ചെയ്യുന്നതൊക്കെയും നമ്മുടെ മനസ്സിൽ തട്ടിയാണോ? നമ്മൾ ചെയ്യുന്നതൊക്കെയും ഇതിലെല്ലാം എന്താണ്? നമ്മൾ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കുണ്ടെങ്കിൽ പോലും ആ ചെയ്യുന്നതെല്ലാം അതിന്റെ ഇൻസൈഡിൽ എന്താണ്, അതിന്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഭാരപരമ്പട്ട കിരീടജുഷ്ടം എന്ന് പറഞ്ഞൊരു ശ്ലോകം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നതനുസരിച്ച് നമ്മുടേതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു, പറയുന്നു, ചെയ്യുന്നു. ഓരോ കാര്യങ്ങളും രാവിലെ തൊട്ട് നമ്മൾ ഒട്ടും സമയം ചെലവഴിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എങ്കിലും നമ്മൾ ആ ചെയ്യുന്നതിന്റെ ഉള്ളിൽ എന്തുണ്ടാകണം? എന്താണ്? നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു നാടകം പോലെ, അല്ലെങ്കിൽ ഒരു കാഴ്ച പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനം പോലെ ആയി മാറാതെ എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു ജീവസ് ഇല്ലാത്ത ഒരു ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് പറയുന്നത് പോലെ നമ്മളിൽ എന്തുണ്ടാകണം? നമ്മളിൽ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകണം. എന്താണിരിക്കണം ആ ഡിറ്റർമിനേഷൻ? ഭഗവാനോടുള്ള ഭക്തി എനിക്ക് ഉൾത്തരണം. എനിക്ക് ഓരോ മിനിറ്റും നമ്മൾ ഓരോരുത്തർക്കും പോകുമ്പോൾ നമ്മളെല്ലാം പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പോകും. ആ മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം മാറ്റി വെച്ചിട്ട് അതിന്റെ എല്ലാം അണ്ടർലൈൻ ചെയ്തുകൊണ്ട് ഒറ്റ കാര്യം, ഭഗവത് ഭക്തി. ആ ഭക്തിഹീനസ ജപമോ തപമോ വായനയോ അതുപോലെ ധാമങ്ങൾ സന്ദർശിക്കുക, ജപസ് തപസ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒന്നെണ്ണം ഉണ്ടായിരിക്കേണ്ടത് എന്താണത്? എനിക്ക് ഭക്തി തരണേ, ആ ഭക്തിയിലേക്ക് എന്നെ നയിക്കണേ. ബാക്കി എല്ലാം നമ്മുടെ ശ്രമപരമായിട്ട് ഉണ്ടായിക്കോട്ടെ, എന്നും വേണ്ടെന്ന് വെക്കണ്ട, എല്ലാം എന്റെ അനുഭവിച്ചോളൂ, എല്ലാം വേണമെന്ന് വെച്ചോളൂ. പക്ഷേ നമ്മളിൽ ഉണ്ടാകേണ്ടത്, നമ്മൾ എപ്പോഴും ആ ഭക്തി ഇല്ലാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും, എന്നാ ചോദിക്കും, ഞാൻ ഭക്തി ഇല്ലാഞ്ഞിട്ടാണോ ക്ഷേത്രത്തിൽ പോകുന്നത് എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഭഗവാൻ? എന്താണ് ഭഗവാനിൽ ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് ഭഗവാനിൽ എത്തേണ്ടത്? ഈ വക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യാനായിട്ട്. ഓരോ ശ്ലോകവും വായിക്കുമ്പോൾ നമ്മൾ ആ ശ്ലോകത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, അപ്പൊ അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് 38ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം: സ്വരാട് പൗത്രം വിനയിനം ആത്മനസ്സു സമംഗുണൈഃ തോയനീ വ്യാപതിം ഭൂമേഹേ അഭ്യഷിഞ്ചത് ഗജാഹ്വേ. സ്വരാട് പൗത്രം വിനയിനം ആത്മനസ്സു സമംഗുണൈഃ തോയനീ വ്യാപതിം ഭൂമേഹേ അഭ്യഷിഞ്ചത് ഗജാഹ്വേ. സ്വരാട് പൗത്രം വിനയിനം ആത്മനസ്സു സമംഗുണൈഃ ഗജാഹ്വേ. തോയനീ വ്യാപതിം ഭൂമേരഭ്യഷിഞ്ചത് ഗജാഹ്വേ. ഒന്നിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, തോയനീ വ്യാപതിം ഭൂമേരഭ്യഷിഞ്ചത് ഗജാഹ്വേ. അല്ല, തിരിക്കുകയാണെങ്കിൽ തോയനീ വ്യാപതിം ഭൂമേഹേ അഭ്യഷിഞ്ചത് ഗജാഹ്വേ എന്ന് പറയണം. അപ്പൊ സ്വരാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ വാക്ക്, മലയാളത്തിലുള്ളതാ. ചക്രവർത്തി, സ്വരാട്. പൗത്രം, അതും മലയാള വാക്ക. പൗത്രം, പൗത്രനെ. വിനയനം, ഉചിതമായി പരിശീലിപ്പിച്ചു, വേണ്ട രീതിയിൽ. എന്ന് വെച്ചാൽ അവിടെ നോക്കുമ്പോൾ ആകെ ഉള്ള ഒരു ആൺതരിയാണ് അടുത്ത രാജാവാകാനുള്ളത്. അപ്പൊ എപ്രകാരമുള്ള ഗുണഗണങ്ങളാണോ യുധിഷ്ഠിര മഹാരാജാവിൽ ഉണ്ടായിരുന്നത്, ആ ഗുണഗണങ്ങളെല്ലാം അതേ രീതിയിൽ വേണ്ടതുപോലെ ഉചിതമായി പരിശീലിപ്പിച്ചു. ആത്മനഹ, ആത്മനഹ എന്ന് പറഞ്ഞാൽ സ്വയം, ഞാൻ തന്നെയാണ് പരിശീലിപ്പിച്ചത്. സുസമം, എല്ലാ വിധത്തിലും തനിക്ക് സമനായി. ഇപ്പൊ ഇത്രമായി പ്രപഞ്ചത്തെ മുഴുവനും ഭരിക്കുന്ന ചക്രവർത്തിയായിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. അങ്ങനെയുള്ള മഹാരാജാവ് എല്ലാ വിധത്തിലും തനിക്ക് സമനായി, ഏറ്റവും നല്ലൊരു രാജാവായി, ശ്രീരാമചന്ദ്രനോട് പിടിക്കുന്ന തുല്യനായ ഒരു രാജാവായിട്ട് വാണിരുന്നു. ആരെ? യുധിഷ്ഠിര മഹാരാജാവ്.
ആ യുധിഷ്ഠിര മഹാരാജാവ് എല്ലാ വിധത്തിലും തന്നെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിച്ചു കൊടുത്തു. അതാണ് സുസമം, എല്ലാ വിധത്തിലും തനിക്ക് സമനായി. ഗുണൈഹി, എന്തിലാണ് സമനാക്കിയത്? ഗുണങ്ങളിൽ. ഗുണൈഹി തോയനീവ്യ. തോയനീവ്യ എന്ന് പറഞ്ഞാൽ തോയ നീവ്യ, രണ്ടു വാക്ക് അതൊന്ന് ചേർത്തിരിക്കുക. തോയനീവ്യ എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രപഞ്ചമാകെ ഒന്നിച്ചു കിടന്നിരുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ അതിനെ സാഗരങ്ങളാണ് തിരിച്ചിരിക്കുന്നത്. അന്ന് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ഒന്നും വന്നിരുന്നില്ല. നമ്മള് എപ്പോഴാണ് സയൻസിനകത്ത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയെ കുറിച്ചൊക്കെ പഠിച്ചു. എങ്ങനെയാണ് ഓരോ കോണ്ടിനെന്റ്സും പൊട്ടിപ്പിളർന്ന് ഓരോ പ്രദേശങ്ങളായിട്ട് മാറിയത്, 7 കോണ്ടിനെന്റ്സ് വന്നത് എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചു. അന്ന് അങ്ങനെയല്ല. അന്ന് എന്ത് ചെയ്തു? സാഗരങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്ന പ്രദേശത്തെ മുഴുവനും ഭരിച്ചിരുന്നത് ഒന്നിച്ചു കിടന്നിരുന്നു. അങ്ങനെ ഒന്നിച്ചു കിടന്ന പ്രദേശത്തെ മുഴുവനും തോയനീവ്യ എന്ന് പറഞ്ഞാൽ സാഗരങ്ങളാൽ തിരിക്കപ്പെട്ട. പതിം എന്ന് പറഞ്ഞാൽ അധിപനായിട്ടുള്ളത്. ഭൂമേഹേ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ. അപ്യഷിഞ്ചത്, അപ്യഷിഞ്ചത് എന്ന് വെച്ചാൽ സിംഹാസനത്തിലിരുത്തി, സിംഹാസനാരൂഢനാക്കി. ഗജാഹ്വയെ, ഹസ്തിനപുരി രാജധാനിയിൽ. ഗജാഹ്വയ എന്ന് പറയുന്നത് ഹസ്തിനപുരി രാജധാനിയാണ് ആ പേരിൽ അറിയപ്പെട്ടത്. ഇത്രയും വാക്കുകളാണ് അതില് ഉള്ളത്. പഴയ സ്വരാട് പൗത്രം വിനയനം ആത്മന സുസമം ഗുണൈഹി തോയനീവ്യാപതിം ഭൂമേഹേ അപ്യഷിഞ്ചത് ഗജാഹ്വയെ. അതിന്റെ വിവർത്തനം, ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. അനന്തരം തനിക്ക് തുല്യമായ ഗുണങ്ങളോട് കൂടിയവനും ഉചിതമായി പരിശീലനം സിദ്ധിച്ചവനുമായ തന്റെ പൗത്രനെ സാഗരങ്ങളാൽ അതിർത്തി തിരിക്കപ്പെട്ട എല്ലാ ദേശങ്ങളുടെയും അധിപനായും ചക്രവർത്തിയായും ഹസ്തിനപുര രാജധാനിയിൽ അദ്ദേഹം വാഴിച്ചു. അപ്പം ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇപ്പോഴേ എന്താണ് മഹാരാജ് ചെയ്യാൻ പോകുന്നത്? അല്ല, പരീക്ഷിത് മഹാരാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ചു രാജഭാരം ആക്കാൻ പോവുകയാണ്. പോകാൻ വേണ്ടി. എന്തിനു വേണ്ടിയായിരുന്നു? ശരി മാതാജി ഒന്നുകൂടെ പറയും, പറഞ്ഞോളൂ. പോവുകയാണ് അല്ലേ? തിരിച്ചു പോകണം. ഭഗവാൻ പോയി കഴിഞ്ഞു. ഭഗവാന്റെ അടുത്തേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവരുടെ കൂടെയുള്ള ശുദ്ധഭക്തന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ വന്നവരാണ് ഇവരൊക്കെയും അല്ലേ? അപ്പൊ ഇവിടെ വന്നവരൊക്കെയും തിരിച്ചു പോകേണ്ട സമയമായി. ഭഗവാൻ പോയി കഴിഞ്ഞു എന്ന് കേട്ടപ്പോൾ ഭഗവാൻ വിളിക്കുകയൊന്നും വേണ്ട. അങ്ങനെയാണ് ശുദ്ധഭക്തന്മാർ ചെയ്യുക. ഭഗവാൻ പോയി കഴിഞ്ഞു, ഇനിയും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഭഗവാന്റെ അടുത്തേക്കാണ് പോകേണ്ടത് എന്ന ചിന്താഗതി അവരിലുണ്ടാകും. ശുദ്ധഭക്തന്മാരിൽ അത് ഉണ്ടാകും. അവർക്ക് സ്വയം മാനസികമായുള്ള അറിവ് കിട്ടി. ഭഗവാൻ പോയി, ഉടനെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അതിനുള്ള ഒരുക്കങ്ങളാണ്. ചുമ്മാ അതങ്ങ് തിരിച്ചു പോകാൻ പറ്റുമോ? ഇവിടെ ഇത്രയും പ്രദേശം സാഗരങ്ങളാൽ തിരിക്കപ്പെട്ട ഈ പ്രദേശം മുഴുവനും ഭരിച്ചുകൊണ്ടിരുന്ന രാജാവാണ്. അപ്പൊ അതിനെ മൊത്തം അതിനെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോകേണ്ടത്. അല്ലാതെ അനാഥമാക്കിയിട്ട് പോകുന്ന, അല്ലെങ്കിൽ അനാഥമാക്കി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇന്നത്തെ പോലെ അടിപിടി ബഹളം, ഞാനാണ് രാജാവ് അല്ലെങ്കിൽ ഞാനാണ് ഭരിക്കേണ്ടത്, ഈ രീതിയിലുള്ള അടിപിടികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് തിരിച്ച് പോകുന്നത് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ആ സാഗരങ്ങളാൽ തിരിക്കപ്പെട്ട എല്ലാ ദേശങ്ങളുടെ അധിപനായിട്ട് ചക്രവർത്തിയായിട്ട് അദ്ദേഹം ആരെ വാഴിച്ചിട്ട് പോയി? പരീക്ഷിത് മഹാരാജാവിനെ വാഴിച്ചിട്ട് പോയി എന്ന് പറയുന്നു. ഇത് ആരോട് തന്നെ പറഞ്ഞു കൊടുക്കുക? ഇത് ആരോട് എവിടെ വെച്ച് പറയുകയാണ് ഈ കഥ? അതിനെക്കുറിച്ച് ഓരോരുത്തരും ഓരോരുത്തടുത്ത് പറയുന്നു അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ആദ്യം ഒരു കൂട്ടർ ഒരിടത്ത് വെച്ച് പറഞ്ഞു, വേറൊരിടത്ത് വെച്ച് പറഞ്ഞു, പിന്നെ രണ്ടുപേരും തമ്മിൽ പറഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പാണ്ഡവരുടെ കാലോചിതമായ പെരുമാറ്റത്തെ കുറിച്ച് ഇവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണിത് പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സുരാട് പൗത്രം വിനയനം ആത്മനാ സുസുമം ഗുണൈ തോയ നിവ്യാപദേ ഭൂമേ അഭ്യസിഞ്ച ഗജാഹുയേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ശ്ലോകം 38. ഹരേ കൃഷ്ണ. സുരാട് പൗത്രം വിനയനം ആത്മനാ സുസമം ഗുണൈ തോയനീവ്യാപതിം ഭൂമേരേ അഭ്യഷിഞ്ചത് ഗജാഹ്വേ.
മതജി താങ്ക് യു മതജി. തോയനീ വ്യാപതിം ഭൂമേഹേ എന്നെടുക്കുവാണെങ്കിൽ പിന്നെ അഭ്യഷിഞ്ചത് ഗജാഹ്വേ. തോയനീ വ്യാപതിം ഭൂമേഹേ അങ്ങനെ എടുക്കുമ്പോൾ അഭ്യഷിഞ്ചത് ഗജാഹ്വേ. അല്ലെങ്കിൽ തോയനീ വ്യാപതിം ഭൂമേരഭ്യഷിഞ്ചത് ഗജാഹ്വേ എന്നെടുക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അന്നത്തെ കാലത്തെ ആ സമയത്തെ